പാപങ്ങൾക്കായി ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി അവൻ പാപം കൂടാതെ രണ്ടാമതും കടന്നു വരാൻ കാലമായിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ ഒരുക്കമുള്ളവരായിട്ടുണ്ടോ? എന്നോ ഒരിക്കൽ ഈ കർത്താവിനെ സ്വീകരിച്ചു, എന്നോ ഒരിക്കൽ സ്നാനപ്പെട്ടു, എന്നോ ഒരിക്കൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. എന്നാൽ പോകെ ജീവിതത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? പലപ്പോഴും വിശ്വാസ ജീവിത യാത്രയിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടോ? പലപ്പോഴും ഈ ക്രൂശിന്റെ ചുവട് വിട്ട് ഈ കർത്താവിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ? ഇന്ന് രാത്രി മടങ്ങി വാ. ഇന്ന് രാത്രി യേശു നിന്നെ കാത്തിരിക്കുകയാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ മടങ്ങി വരവിന് വേണ്ടി വളരെ ആവലോടെ കാത്തിരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ആ വിശുദ്ധിയിലേക്ക് മടങ്ങി വാ. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ പാപം കൂടാതെ മേഘത്തിൽ രണ്ടാമതും വരാൻ കാലമായിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വാനമേഘങ്ങളിൽ അവൻ കടന്നു വരുമ്പോ, ഓ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേക്കും. ജീവനോടിരിക്കുന്ന ഞാനും നിങ്ങളും രൂപാന്തരം പ്രാപിക്കുന്ന ഒരു കാലമിതാ ആസന്നമായിരിക്കുകയാണ്. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഈ കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുകയാണ്.